ഹലോ, അപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോഴേ എൻ്റെ വീട്ടിൽ ഞാൻ പെരുമ്പടപ്പിൽ പോയി എൻ്റെ ലാസ്റ്റ് ദിവസം എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അമ്മയും ചേച്ചിയും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അവർ പത്തിരി ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ, അതായത് പെരുമ്പടപ്പിലൊക്കെ ഭയങ്കര കോമൺ ആണ് കേട്ടോ പത്തിരി. നമ്മൾ മോസ്റ്റ്ലി എല്ലാ ദിവസങ്ങളും എന്നുള്ള രീതിയിൽ പത്തിരി തന്നെ ആയിരിക്കും. ഇവിടെ ശരത്തേൻ്റെ വീട്ടിലാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അത്ര കോമൺ അല്ല അവിടെ പത്തിരി ഉണ്ടാക്കലൊക്കെ. അപ്പോൾ ശരത്തേൻ്റെ ഞാനൊക്കെ എപ്പോഴും വരികയാണെന്നുണ്ടെങ്കിൽ അമ്മ എപ്പോഴും എന്നും എന്നുള്ള രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരി ആയിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ 2 മാസം അമ്മ ഇവിടെ വിസിറ്റിന് വന്നപ്പോഴും മോസ്റ്റ്ലി എല്ലാ ദിവസങ്ങളിലും പത്തിരി തന്നെയായിരുന്നു കേട്ടോ. ശരത്തേന് അത്രയ്ക്ക് ഇഷ്ടമാണ് പത്തിരി. അപ്പോൾ ഇപ്രാവശ്യം അമ്മ വന്നപ്പോൾ ഞാനും ഉണ്ടാക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും പത്തിരി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുറേ വട്ടം പറഞ്ഞു വീഡിയോയ്ക്ക് ഒന്ന് പോസ് ചെയ്യുമെന്നൊക്കെ, പക്ഷെ തീരെ സമ്മതിച്ചില്ല കേട്ടോ. ആ ഒരു തിരക്കയിലായിരുന്നു അവർ. അപ്പോൾ അവരതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരെ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. പിന്നെ ഈ ഒരു സമയത്ത് ഋതും പുക്കും മാത്രമേ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ നല്ല കളിയാണ് അവിടെ. പിന്നെ ചിണ്ടനും ശ്രേയും ശരത്തേട്ടനൊക്കെ നല്ല ഉറക്കമാണ്. നമ്മൾ തലേ ദിവസം നല്ല ലേറ്റ് ആയിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ കുറേ സംസാരിച്ചൊക്കെ ഇരുന്ന് പോവാണല്ലോ ഇനി, അപ്പോൾ കുറേ സംസാരിച്ചൊക്കെ ഇരുന്ന് ലേറ്റായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലത്തെ റൂബി. ഇപ്പോൾ ഒരു 6-7 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിലുണ്ട്. നമ്മുടെ മെയിൻ ആളാണ്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ വീട്. ഞാൻ ഒരു 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞങ്ങൾ എരമംഗലത്തായിരുന്നു. ഈ ഒരു വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ആ വീട്. പിന്നെ ആ വീട് കൊടുത്ത് നമ്മൾ ഈ ഒരു വീടും സ്ഥലമൊക്കെ നമ്മൾ വാങ്ങിയതാണ്. ഇത് അച്ഛൻ നാട്ടിൽ ക്യാൻസലാക്കി വന്നതിൻ്റെ ശേഷം ഫസ്റ്റ് വാങ്ങിയ ബൈക്കാണ് കേട്ടോ ഇത്. അതിൻ്റെ മുന്നേ അച്ഛനൊരു ബുള്ളറ്റൊക്കെ ഉണ്ടായിരുന്നു, അതായത് ഇതിൻ്റെ ഇടയിൽ കൊടുത്തു. പിന്നെ ക്യാൻസലാക്കി വന്നതിൻ്റെ ശേഷം ഫസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്ന വണ്ടി ഈ ഒരു ബൈക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പുക്കും ഋതും മാത്രമാണ് ഈ ഒരു സമയത്ത് എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. അവർ കുളിക്കാൻ വേണ്ടി ഭയങ്കര റെഡിയായി എണ്ണയൊക്കെ തേച്ച് അങ്ങനെ സെറ്റായിട്ട് ഇരിക്കുകയാണ്. ശ്രുതിയേച്ചാണ് എണ്ണയൊക്കെ തേച്ച് കൊടുത്തത്. എന്നിട്ട് അവൾ കുളിക്കാൻ പോവുകയാണ്. അവർ രണ്ടുപേരും ഭയങ്കര കളിയായിരുന്നു കേട്ടോ, പുക്കും ചിണ്ടനും കൂടി, അല്ല പുക്കും ഋതും കൂടിയിട്ട്. ഇതാണ് എൻ്റെ സ്കൂട്ടി. ഞാൻ ഡിഗ്രി 2nd ഇയറിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ സ്കൂട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് വാങ്ങിയതിന് ശേഷം ഞാൻ കുറേ സ്ഥലത്തേക്ക് ഇതിൽ തന്നെ ഇരുന്ന് ഫുള്ള് പോക്ക്, അമ്മേനേറ്റൊക്കെ വെച്ച് അമ്മേനൊക്കെ ബാക്കിലിരുത്തിയിട്ട് കുറേ സ്ഥലത്തേക്ക് പോയിരുന്നു. പിന്നെ ക്രിസ്മസ് ഒക്കെ ആയല്ലോ, സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ഇവർ ഭയങ്കര സ്നേഹമാണ് രണ്ടുപേരും കൂടിയിട്ട്. അതായത് പുക്കും ഋതും ഭയങ്കര സ്നേഹമാണെങ്കിലും ഇടയ്ക്കൊരു തള്ളലും പിടിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരാളെ എപ്പോഴും ഒപ്പം വേണം. പിന്നെ ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചിണ്ടൻ ഉറക്കുന്ന എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അത് വിറക് വരിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മളത് ഫുഡ് കഴിക്കാനിരുന്ന് ഋതുവിനല്ല ചിണ്ടന് പത്തിരിയുള്ള ദിവസം അവന് അമ്മ അടയും കൂടി ഉണ്ടാക്കും. അവന് പത്തിരി വലിയ ഇഷ്ടമല്ല. അപ്പോൾ അടയാണെങ്കിൽ അവൻ കഴിക്കുക. ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള അടയാണെന്നുണ്ടെങ്കിൽ ചുട്ട അടയില്ലേ, അതാണ് കഴിക്കുക. അപ്പോൾ ഞങ്ങളിതെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. ഋതു ആണെന്നുണ്ടെങ്കിൽ അവൻ ഓൾറെഡി ഞാൻ നേരത്തെ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫുഡ്. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം പുക്കും ഋതുവും കൂടിയിട്ട് കളിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, രണ്ടുപേരും കൂടി ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ ഒരാളും കൂടി അടുത്ത് വേണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ചേച്ചി ശ്രേയ ഫുഡ് കഴിച്ചതിന് ശേഷം അവരുടെ അടുത്തേക്ക് പോയി ഞങ്ങളിരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. നല്ല അടിപൊളി പത്തിരിയും പിന്നെ ബീഫ് ഉണ്ടായിരുന്നു, നാളികേരപ്പാൽ, പിന്നെന്താ ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കൻ ഞങ്ങൾ തലേ ദിവസം ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. ചിക്കൻ അൽഫാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പത്തിരിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൾ ടുഗദർ അടിപൊളി ദിവസമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചയാകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഋതുവിന് സൈക്കിളൊക്കെ ഓടിപ്പിച്ച് കൊടുക്കുകയായിരുന്നു. ഞങ്ങൾ ടാറ്റ പറഞ്ഞപ്പോൾ ഋതു പെട്ടെന്ന് ശ്രേവിൻ്റെ അടുത്തേക്ക് മാമ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് തീരെ വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ കാറൊക്കെ റിവേഴ്സ് എടുത്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവന് എന്തോ ഒരു സംശയം തോന്നി. പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് ചാടി. ഞങ്ങളുടെ അടുത്തേക്ക് വന്നെങ്കിലും ലാസ്റ്റ് വീണ്ടും കരഞ്ഞിട്ടോ ശ്രേവിൻ്റെ അടുത്തേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട്. അവനെന്തോ മനസ്സിലായി തോന്നുന്നു, ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ കാണുള്ളൂ, ഇനി കുറച്ച് മാസം കഴിഞ്ഞിട്ടല്ലേ കാണുള്ളൂ. നമ്മളെന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു ഏപ്രിലൊക്കെ ആകുമ്പോൾ നാട്ടിൽ പോകാമെന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മളങ്ങനെ പോവാണ്. പോണ വഴിക്ക് പിന്നെ നമ്മൾ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഋതു ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.